സഹിഷ്ണുത പഠിപ്പിക്കും. സഹിഷ്ണുത എന്ത് ചെയ്യും? സിദ്ധത പഠിപ്പിക്കും. സിദ്ധത വന്നു കഴിഞ്ഞാൽ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രത്യാശയാവിന് അതിൽ കൊണ്ടുവന്ന് നിന്നെ നിർത്തുമ്പോൾ നീ പറയും, എൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ അല്പകാലത്തേക്കുള്ള കഷ്ടം അല്ലേ, അല്പകാലമാണല്ലോ നമ്മുടെ വിഷയം. ഹല്ലേലൂയ, സദാകാലം ദൈവത്തോടുകൂടെ ജീവിക്കാനുള്ളവരാണ് നമ്മൾ. അപ്പോൾ അല്പകാലത്തേക്കുള്ള കഷ്ടം. 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം. സ്തോത്രം. അല്പകാലത്തേക്കാണ് ഈ കഷ്ടം സഹിക്കുന്നത്. എന്തിനാ ഈ കഷ്ടം സഹിക്കാനായിട്ട് ദൈവം അനുവദിക്കുന്നത്? സ്തോത്രം. സദാകാലം തേജസ് ചുറ്റിയണിഞ്ഞ് ജീവിക്കാനുള്ളവരാണ് ഞാനും നിങ്ങളും. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. തേജസ്സിൻ്റെ വസ്ത്രം ഏദനിൽ ആദാം നഷ്ടപ്പെടുത്തിയത് നമുക്ക് തിരികെ കിട്ടാൻ പോവുക. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ കാഹളം ധ്വനിക്കുമ്പോൾ, മരിച്ചവർ അക്ഷയരായി ഉയർക്കുമ്പോൾ, ജീവനോടെ ശേഷിക്കുന്നവർ രൂപാന്തരപ്പെടുമ്പോൾ, തേജസ്സിൻ്റെ വസ്ത്രം ധരിച്ച് ഞാനും നിങ്ങളും അരുമനാഥനോടുകൂടെയായിരിക്കും. കരമുയർത്തിയ പ്രത്യാശയുള്ളവർ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. അപ്പോൾ എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നു. എന്തിനാ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്? നമ്മുടെ വിളിയുടെ പ്രത്യേകത എന്താ? സ്തോത്രം. വീട് തരാം, കാറ് തരാം, മക്കളെ തരാം, മക്കളെ അമേരിക്ക വിടാം, അങ്ങനെ പറഞ്ഞാണോ വിളിച്ചേ? അല്ല, നിത്യ തേജസ് തരാമെന്ന് പറഞ്ഞ് ഞാൻ ഒരുവനെ ഈ ഭൂമിയിൽ കുടിയിരുത്തിയതാ എൻ്റെ മകനായിട്ട്. അവനത് നഷ്ടപ്പെടുത്തിയപ്പോൾ ഒരു സാധ്യതയും നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നിൽ ഇല്ലാതിരുന്ന സ്ഥാനത്ത് തൃത്വത്തിൽ രണ്ടാമനായ ദൈവം, പിതാവാം ദൈവത്തിൻ്റെ സ്തോത്രം ആലോചന പ്രകാരം 2024 വർഷങ്ങൾക്ക് മുമ്പ് ഈ താഴ്ന്ന ഭൂമിയിലേക്ക് വന്ന് എന്നെ നിങ്ങളെ തേജസ്സിൻ്റെ വസ്ത്രമുടിപ്പിക്കുവാൻ, എൻ്റെ നിങ്ങളുടെ പാപവും പാപത്തിൻ്റെ ശിക്ഷയാകുന്ന മരണവും താൻ ഏറ്റെടുത്തു. ആ കർത്താവിലൊന്ന് വിശ്വസിച്ചാൽ മതി. ഹല്ലേലൂയ.